ഹലോ ഫ്രണ്ട്സ്, +2 തുല്യത ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 14ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പഠിതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാഠഭാഗം ആലിസ് മാൽസീനിയർ വാക്കർ എന്ന പ്രശസ്ത ആഫ്രോ അമേരിക്കൻ കവയിത്രിയുടെ കവിതയായ റിമെമ്പർ മീ എന്ന കവിതയാണ്. ആദ്യം തന്നെ നമുക്ക് കവയിത്രിയെയും കവയിത്രി എങ്ങനെ ഏത് സാഹചര്യത്തിൽ ജീവിച്ചു വന്നവളാണെന്നും കവയിത്രിയുടെ പ്രത്യേകതകൾ എന്താണെന്നും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങളുടെ പുസ്തകത്തിലെ 48ാമത്തെ പേജിലാണ് ഈ പാഠഭാഗം തുടങ്ങുന്നത്. ഈ നെയിം ഓഫ് ദിസ് പോം ഈസ് റിമെമ്പർ മീ, written by ആലിസ് വാക്കർ, an ആഫ്രോ അമേരിക്കൻ poet. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സംശയം വരും, എന്താണ് ഈ ആഫ്രോ അമേരിക്കൻ പോയറ്റ്? അമേരിക്കയിൽ ജനിക്കുകയും അമേരിക്കയിൽ ജീവിക്കുകയും ചെയ്യുന്ന കറുത്ത വർഗക്കാരെയാണ് ആഫ്രോ അമേരിക്കൻ പോയറ്റ്, ആഫ്രോ അമേരിക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കവയിത്രി ആലിസ് വാക്കർ അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു കറുത്ത വർഗക്കാരിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാൻ സാധിക്കും, വാക്കറിന്റെ കവിതകളെല്ലാം കറുത്ത വർഗക്കാരുടെ പീഡനങ്ങൾക്ക് അല്ലെങ്കിൽ അവർ നേരിടുന്ന വംശീയ വിദ്വേഷത്തിന് എതിരായിരിക്കും എന്നുള്ളത് നമുക്ക് സാമാന്യേന ഊഹിക്കാൻ സാധിക്കും. അപ്പോൾ ആലിസ് വാക്കറിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അമേരിക്കയിൽ തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി ധാരാളം ഫോഴ്സ്ഡ് ലേബർ, അടിമപ്പണി ചെയ്യുന്നതിന് വേണ്ടി ആഫ്രിക്കയിലെ ധാരാളം ആൾക്കാരെ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യും. അവരെ അവിടെയുള്ള വെളുത്ത വർഗക്കാർ നിർബന്ധ ജോലി എടുപ്പിച്ചു. അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനോ അവരുടെ പൗരാവകാശങ്ങൾക്കോ അവരുടെ മനുഷ്യാവകാശങ്ങൾക്കോ ഒന്നും തന്നെ യാതൊരു വിലയും കൽപ്പിക്കാതെ അവർ കറുത്ത വർഗക്കാരാണ് എന്നതുകൊണ്ട് മാത്രം വെളുത്ത വർഗക്കാർ അവരുടെ മേൽ അധീശത്വം സ്ഥാപിക്കുകയും അധീശത്വപരമായ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് നമ്മൾ ഈ റേസിസം എന്നുള്ളത്. വൈറ്റ് കളറുള്ള എൻ്റെ റേസാണ് നല്ലത്, ഞാനാണ് പരിപൂർണൻ, ഞാനാണ് മറ്റുള്ള കറുത്ത വർഗക്കാരെക്കാൾ മെച്ചപ്പെട്ടവൻ. അതുകൊണ്ട് കറുത്ത വർഗക്കാരെല്ലാം തന്നെ ഈ അടിമപ്പണി ചെയ്യുന്നതിനുള്ളവരാണ്. തൂപ്പ് ജോലികൾ, വൃത്തിയാക്കൽ ജോലികൾ, അല്ലെങ്കിൽ പിന്നെ കുട്ടികളെ നോക്കുന്ന ജോലികൾ, അത്തരം ജോലികൾ ചെയ്യുന്നവർ മാത്രമാണ്, അവർക്ക് അതിന് മാത്രമേ കഴിവുള്ളൂ. അവര് മറ്റുള്ള രീതിയിലുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. അതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് വെളുത്ത വർഗക്കാർക്കാണ് എന്നുള്ള ഒരു ബോധം, ആ ബോധം വെള്ളക്കാരിൽ ധാരാളമായിട്ടുണ്ട്. വെള്ളക്കാരിലുള്ള ആ ബോധത്തിന് നമുക്ക് റേസിസം എന്ന് പറയാം. മൈ റേസ് ഈസ് ബെസ്റ്റ്, എൻ്റെ വെള്ളക്കാർ എന്നുള്ള എൻ്റെ വംശമാണ് കറുത്ത ആഫ്രിക്കൻ വംശജരേക്കാൾ ഉന്നതരായ വംശം. അതുകൊണ്ട് തന്നെ നിർബന്ധമായും കറുത്ത വർഗക്കാരായ ആഫ്രിക്കക്കാരൊക്കെ അടിമപ്പണി ചെയ്യേണ്ടവരാണ് എന്നുള്ള ആ ചിന്താഗതിയാണ് റേസിസം.
അപ്പോൾ ഈ റേസിസത്തിൻ്റെയും ഇത്തരത്തിലുള്ള മാർജിനലൈസേഷൻ്റെയും അവഗണനയിലൂടെ കടന്നു പോകുന്ന ഒരു ആഫ്രിക്കൻ അമേരിക്കൻ സ്ത്രീയുടെ കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ആദ്യം നമുക്ക് ആലിസ് വാക്കറെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. പുസ്തകത്തിലുള്ളത് നമ്മൾ ആദ്യം 48ാമത്തെ പേജിലാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു. 48ാമത്തെ പേജ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. The poem Remember Me is the gift that Alice Walker gives to those who stand against injustice in society. She uses her own personal story to create strong women and thereby put justice and hope back to the society. ആലിസ് വാക്കറിൻ്റെ റിമെമ്പർ മീ എന്നുള്ള കവിത സമൂഹത്തിലെ അനീതിക്കെതിരെ പോരാടുന്നവർക്കുള്ള ഒരു സമ്മാനമാണ്. കറുത്ത വർഗക്കാരൻ എന്ന വിവേചനം നേടുന്നവരും അല്ലെങ്കിൽ സാമൂഹ്യ നീതി ലഭിക്കാത്തവരുമായ സമൂഹത്തിലെ അംഗങ്ങൾക്ക് അതിനെതിരെ സാമൂഹ്യ നീതി ലഭിക്കാത്തതിനെതിരെ പോരാടുന്നവർക്കുള്ള ഒരു സമ്മാനമാണ് ആലിസ് വാക്കറിന്റെ കവിത. ഈ ആലിസ് വാക്കർ uses her own personal story to create strong women and thereby put justice and hope back to the society. തൻ്റെ തന്നെ അനുഭവങ്ങൾ, പേഴ്സണൽ സ്റ്റോറീസ്, തൻ്റെ തന്നെ അനുഭവങ്ങളാണ് ആലിസ് വാക്കർ ഒരു ശക്തിയായ സ്ത്രീയായി നിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, സ്വന്തം ജീവിതത്തിലൂടെ സമൂഹത്തിന് നീതി തിരിച്ചു നൽകിയ, സ്വന്തം ജീവിതത്തിലൂടെ കഥകളിലൂടെ, സ്വന്തം ജീവിത കഥകളിലൂടെ സമൂഹത്തിന് നീതി തിരിച്ചു നൽകിയ ആളാണ് ആലിസ് വാക്കർ. ഇനി ആലിസ് വാക്കർ വാസ് ബോൺ ഓൺ February 9, 1944 in rural Eataton, ജോർജിയ. ആലിസ് വാക്കർ ജനിച്ചത്, സാധാരണയായി കറുത്ത വർഗക്കാരൊക്കെ പട്ടണങ്ങളിലല്ല അമേരിക്കയിൽ ജീവിക്കാറ്. അമേരിക്കയിൽ റൂറൽ ഏരിയകൾ, അതായത് വലിയ വികസനം എത്തിച്ചേരാത്ത മേഖലകളിലെ ചേരികളിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെയാണ് കറുത്ത വർഗക്കാരുടെ ജീവിതം. അതുകൊണ്ട് തന്നെ നമ്മൾ ആലിസ് വാക്കർ വാസ് ബോൺ ഓൺ February 9, 1944 in rural Eataton, ജോർജിയ. വികസനം എത്താത്ത ഗ്രാമപ്രദേശമായ എറ്റാട്ടൺ, ജോർജിയയിലെ എറ്റാട്ടൺ എന്ന സ്ഥലത്താണ് ആലിസ് വാക്കർ ജനിച്ചത്. വാക്കർ grew up in poverty as the youngest of 8 children. വലിയ ഒരു കുടുംബത്തിലെ 8ാമത്തെ കുട്ടിയായിട്ടാണ് ആലിസ് വാക്കർ ജനിച്ചത്. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തിൻ്റെ, 8 കുട്ടികളുള്ള ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ നോക്കൂ. ദാരിദ്ര്യത്തിൻ്റെ നടുവിലാണ് ആലിസ് വാക്കർ വളർന്നു വന്നത്. She lost one of her eyes in an accident. She lost one of her eyes. ഒരു കണ്ണ് ഒരു അപകടത്തിൽ നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെട്ടത് പോപ്പ് ഗൺ, സാധാരണ പോപ്പ് ഗൺ ഉപയോഗിച്ചുള്ള കുട്ടികൾ തമ്മിൽ കളി നടത്തുന്ന സമയത്ത് അത് കണ്ണിൽ അടിച്ചിട്ടാണ് അത് നഷ്ടപ്പെട്ടത്. She lost one of her eyes in an accident. See, here we can see the pathetic condition of the poet. She was born as an youngest of 8 children. She born in a big family and grown up in poverty. Moreover, she lost one of her eyesight in an accident. She later joined Spelman College and become involved in the civil rights movement, which
inspired many of her poems. She later joined Spilman College. Spilman എന്ന കോളേജിൽ അവൾ പഠിക്കാൻ and become involved in the civil rights movement which inspired many of her poems. അവരുടെ കവിതകൾക്ക് പ്രചോദനമായിട്ടുള്ള മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ അവർ മുഴുകാൻ തുടങ്ങി. അവർ താല്പര്യം മുഴുവൻ പ്രവർത്തിക്കാൻ തുടങ്ങി. She is best known for her novel and short stories in which she gives voice to the double marginalization of the African American woman. She is best known for her അവർ അറിയപ്പെടുന്നത് അവരുടെ നോവലുകളും കഥകളുമാണ്. ആ കഥകളിലൊക്കെ ഈ രണ്ട് രീതിയിലുള്ള പാർശ്വവൽക്കരണം അനുഭവപ്പെടുന്ന ആഫ്രിക്കൻ സ്ത്രീകളുടെ ശബ്ദമായി മാറി അവരുടെ നോവലുകളും കവിതകളും. എങ്ങനെയാണ് ആഫ്രിക്കൻ സ്ത്രീകൾ രണ്ട് രീതിയിലുള്ള മാർജിനലൈസേഷൻ അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള പാർശ്വവൽക്കരണത്തിന് വിധേയമാകുന്നത്? ഒന്ന്, സ്ത്രീ എന്നുള്ള നിലയ്ക്കുള്ള അവരുടെ ജെൻഡർ ഇൻഇക്വാലിറ്റി. അതായത് സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ജെൻഡർ ഇൻഇക്വാലിറ്റി. മുൻപാഠങ്ങളിലൊക്കെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് സ്ത്രീയാണ്, വിദ്യാഭ്യാസത്തിന് വിടേണ്ടതില്ല, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കേണ്ടതില്ല, അവർ പഠിച്ച് നല്ല ജോലി നേടേണ്ടതില്ല. ഇത്തരത്തിലുള്ള ആ മാർജിനലൈസേഷൻ ഒരു ഭാഗത്തും, ഒരു ആഫ്രിക്കക്കാരിയാണ് അല്ലെങ്കിൽ ഒരു കറുത്ത വർഗക്കാരിയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പാർശ്വവൽക്കരണം വെള്ളക്കാരുടെ ഭാഗത്തു നിന്നും. ഇത്തരത്തിലുള്ള രണ്ട് പാർശ്വവൽക്കരണത്തിന് വിധേയമായിട്ടുള്ള സ്ത്രീകളുടെ ശബ്ദമായി മാറി അവരുടെ നോവലുകളും കവിതകളും ഷോർട്ട് സ്റ്റോറീസും. അതുകൊണ്ടാണ് ഇവിടെ ഡബിൾ മാർജിനലൈസേഷൻ എന്ന് പറയുന്നത് ഓഫ് ദ ആഫ്രിക്കൻ അമേരിക്കൻ വുമൻ. Walker's words speaks out against the domestic violence, sexual abuse, and racism in several native African cultures. Her concerns differ from ordinary feminist concerns, and she herself called as a sexual abuse and racism in several native African cultures. She is the best known for her novels and short stories in which she gives voice to the double marginalization of the African American woman. Walker's words speaks out against domestic violence, sexual abuse, and racism in several native African cultures. വീടുകളിൽ ഉണ്ടാവുന്ന ഡൊമസ്റ്റിക് വയലൻസ്, അതായത് ഒരു പെൺകുട്ടിയാണ് എന്നുള്ള നിലയ്ക്ക് വീടുകളിൽ ഉണ്ടാവുന്ന സെക്ഷൽ അബ്യൂസ്, അതുപോലെ തന്നെ ലൈംഗികാതിക്രമങ്ങൾ, പെൺകുട്ടിയാണ് എന്നുള്ള കുട്ടികളോടുള്ള അടിച്ചമർത്തലുകൾ, അല്ലെങ്കിൽ സ്ത്രീകളാണ് എന്നുള്ളത് കൊണ്ട് ഭർത്താക്കന്മാർ ഇവരെ അടിക്കല്, ജോലിക്ക് പോകാതിരിക്കാൻ സമ്മതിക്കാതിരിക്കുക, ഇത്തരത്തിലുള്ളതൊക്കെ ഡൊമസ്റ്റിക് വയലൻസിൽ പെടും. അതായത് ഗാർഹികമായ പീഡനങ്ങളിൽ പെടും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ് പഠിക്കുക, തൊഴിലിന് പുറത്തു പോവുക, മറ്റുള്ളവരുമായി ഫോൺ സംഭാഷണം നടത്തുക എന്നുള്ളത്. അതിന് പകരമായി അതെല്ലാം റെസ്ട്രിക്റ്റ് ചെയ്യാം. അതൊന്നൊരു പെൺകുട്ടിയാണ്, നീ ആരോട് സംസാരിക്കാൻ പാടില്ല, ജോലിക്ക് പോകാൻ പാടില്ല, നീ നിരന്തരമായി ഇവിടെ വീട്ടുജോലി ചെയ്തുകൊണ്ടിരിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഡൊമസ്റ്റിക് വയലൻസ്. അതുപോലെ തന്നെ ഇവരുടെ ലൈംഗിക താല്പര്യങ്ങൾക്ക് വിധേയരാക്കുക, വീട്ടിൽ നിന്ന് രക്ഷിതാക്കളിലൂടെയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കുടുംബാംഗങ്ങളോ ഇവരെ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കുക, ഇതൊക്കെ ഡൊമസ്റ്റിക് വയലൻസിന്റെ ഇതിൽപ്പെടുന്നതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഇപ്പം നിലവിലുണ്ട്, അതായത് ഗാർഹിക പീഡന നിയമം. Works speaks out against domestic violence, sexual abuse, and racism.
സെക്സൽ അബ്യൂസ്, അതായത് ചെറിയ കുട്ടികളെ ലൈംഗികമായ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുക, അവരെ അതിന് ദുരുപയോഗം ചെയ്യുക. പിന്നെ റേസിസം, അതായത് കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും തമ്മിലുള്ള പിന്നെ വംശവെറി. കറുത്തവനെ കണ്ടു കഴിഞ്ഞാൽ ഹോട്ടലിൽ കയറാൻ സമ്മതിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരോട് മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് എല്ലാ സ്ഥലങ്ങളിലും പ്രവേശിക്കാനുള്ള അനുമതി നിഷേധിക്കുക. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെയാണ് നമ്മൾ എന്തിൽ പെടുന്നത്? റേസിസത്തിൽ പെടുന്നത്. ഇൻ സെവറൽ നാറ്റീവ് ആഫ്രിക്കൻ കൾച്ചർ. ഇതൊക്കെ ആഫ്രിക്കയുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട്, ആഫ്രിക്കയുടെ ചില സ്ഥലങ്ങളിൽ നിലനിൽക്കുന്ന സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള. നിങ്ങൾക്കറിയാം, ആഫ്രിക്കയിലെ ചില സ്ഥലങ്ങളിലൊക്കെ വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ വിവാഹത്തിന് വിധേയമാക്കുന്നു, അല്ലെങ്കിൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഈ കുട്ടിയെ ലൈംഗിക പീഡനത്തിന്, പ്രായപൂർത്തിയാകാത്ത ഈ കുട്ടിയെ ലൈംഗിക പീഡനത്തിന് വിധേയമാകുന്നു. ഇതിനൊക്കെ പരിപൂർണമായിട്ട് എതിരായിരുന്നു വാക്കർ വോക്സ് സ്പീക്ക് ഔട്ട് അഗെയിൻസ്റ്റ്. അവരുടെ കവിതകളെല്ലാം ഇതിനെതിരെ ശബ്ദമുയർത്തി. Her concerns differ from ordinary feminist concern, and she calls herself as a womanist, committed to freeing women from all forms of oppression. അവരുടെ ചിന്താഗതി ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്താഗതിയാണ്. ഫെമിനിസം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ പുരുഷനോടൊപ്പം തന്നെ പിന്നെ ഭാവനയോടുകൂടി പ്രവർത്തിക്കാനും, അല്ലെങ്കിൽ അത്ര തന്നെ പ്രാധാന്യം സ്ത്രീകൾക്കും ലഭിക്കുന്ന രീതിയിൽ സമൂഹത്തെ മാറ്റുന്നതിനുള്ള ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ ഒരു ചിന്താരീതിയാണ് ഫെമിനിസം. എന്നാൽ ഇവരുടെ ഇത്തരം ഫെമിനിസ്റ്റ് കൺസേണിന് അപ്പുറത്ത് അവരെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഞാനൊരു വുമണിസ്റ്റാണ്, ഒരു സ്ത്രീ പക്ഷപാതിയാണ്, അല്ലാതെ ഞാൻ പിന്നെ പുരുഷന്മാരെ പോലെ സൈക്കിൾ ഓടിക്കണമെന്നും, അല്ലെങ്കിൽ പുരുഷന്മാരെ പോലെ എല്ലാ പ്രവൃത്തികളും ചെയ്യണമെന്നും, അല്ലെങ്കിൽ സ്ത്രീകൾ ആ രീതിയിലല്ല. ഞാൻ ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള അടിച്ചമർത്തലുകളിൽ നിന്ന് സ്വതന്ത്രമായ ഒരു സ്ത്രീ എന്നുള്ളതാണ് എൻ്റെ സങ്കല്പം. ദാറ്റ് ഈസ് വൈ ഐ ആം എ ഹ്യൂമനിസ്റ്റ്. Her concerns differ from ordinary feminist concerns, and she calls herself as a womanist, committed to freeing women from all forms of oppression. ഏത് തരത്തിലുള്ള അടിച്ചമർത്തലിൽ നിന്നും സ്ത്രീകളുടെ മോചനത്തിന് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. In her writings, she gives her most intense scrutiny to the often tenuous bond between family members. ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ സ്ക്രൂട്ടിനി ടു ദി ഇന്റൻസ് സ്ക്രൂട്ടിനി, വളരെ കൃത്യമായി, അല്ലെങ്കിൽ വളരെ കൃത്യമായി അവർ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം ടെനസ് ബോൺസ് ബിറ്റ്വീൻ ഫാമിലി മെമ്പേഴ്സ്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വളരെ നേർത്ത ബന്ധം, ദൃഢമല്ലാത്ത ബന്ധത്തെക്കുറിച്ചും ആണ് ഇവർ കൺസേൺ ആയിട്ടുള്ളത്. അവരുടെ ഈ ബന്ധങ്ങളെക്കുറിച്ചും അവരുടെ എഴുത്തുകളിൽ, അല്ലെങ്കിൽ അവരുടെ നോവലുകളിൽ, അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറീസിൽ ഉള്ളടക്കമായി വരാറുണ്ട്. ഇനി ലെറ്റ് us start the poem. Remember me. ഓർമ്മയുണ്ടോ ഈ മുഖം? സുരേഷ് ഗോപി ചോദിക്കുന്നു, ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അടുത്ത കഥാപാത്രം ഓർമ്മയുണ്ട് അല്ലെങ്കിൽ ഓർമ്മയില്ല എന്നുത്തരം പറയണ്ട. പക്ഷെ അത് ആ കാര്യം അങ്ങ് ഉറപ്പിച്ച് പറയാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കും. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല. ഈ ഓർമ്മയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആ സിനിമാ സന്ദർഭത്തിൽ ഒരു ഉത്തരം കിട്ടുന്നില്ല. പക്ഷെ നമുക്കൊക്കെ മനസ്സിലാവും, ആ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിച്ചാൽ അവിടെ ഏതോ ഒരു കാര്യത്തിനെ കൃത്യമായി സ്ഥാപിക്കാൻ വേണ്ടി, ഒരു പോയിന്റിനെ സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരിതാണ്. അത്തരം ചോദ്യങ്ങൾ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുക. റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ഡസ് നോട്ട് നീഡ് എനി സ്പെസിഫിക് ആൻസർ, എനി എക്സ്പ്ലിസിറ്റ് ആൻസർ. അത് ആ സന്ദർഭത്തിനെ ചടുലമാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സന്ദർഭത്തിലെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചോദ്യം. റിമെമ്പർ മീ.
അല്ല ഞാൻ നിങ്ങളെ അറിയാം എന്നല്ല. റിമെമ്പർ മീ, ഇറ്റ് ഡസ് നോട്ട് നീഡ് എനി ആൻസർ അറ്റ് ഓൾ. ഇറ്റ്സ് എ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ടു സ്ട്രെസ് ദ പോയിന്റ് വാട്ട് ഐ വോണ്ട് ടു സീ. അതാണ് ആ സമയത്ത് നമ്മൾ സുരേഷ് ഗോപി ഉപയോഗിക്കുന്ന ഡയലോഗ്. അതുപോലുള്ള റിട്ടോറിക്കൽ ക്വസ്റ്റ്യനാണ് റിമെമ്പർ മീ. The poem. Remember me, I am the girl with the dark skin whose shoes are thin. I am the girl with the rotted teeth. I am the girl with the wounded eye and the melted ear. Remember me. നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്കെന്നെ അറിയാമോ? നിങ്ങൾക്കെന്നെ അറിയാമോ എന്ന് ഞാൻ ഇന്നൊരാളാണ്, ഇത്തരത്തിൽപ്പെട്ട ഒരാളാണ് എന്നുള്ളത് നമ്മളുടെ മനസ്സിലേക്ക് അങ്ങ് ഉറപ്പിച്ച് പറയുന്നതിനാണ് റിമെമ്പർ മീ. എന്നെ ഓർമ്മിക്കുന്നുണ്ടോ? ഞാൻ ആരാണ്? എന്നെ ഓർമ്മിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നേരിട്ട് പറയുന്നതിന് പകരം എന്നെ ഓർമ്മിക്കുന്നുണ്ടോ? ഞാൻ ആരാണ്? ഐ ആം ദ ഗേൾ വിത്ത് ദ ഡാർക്ക് സ്കിൻ. ഞാനാണ് ആ കറുത്ത തൊലിയുള്ള പെൺകുട്ടി. കറുത്ത തൊലിയുള്ള, കറുത്ത വർഗത്തിൽപ്പെട്ട കറുത്ത തൊലിയുള്ള പെൺകുട്ടി ഞാനാണ്. ഐ ആം ദ ഗേൾ വിത്ത് ദ ഡാർക്ക് സ്കിൻ. കറുത്ത തൊലിയുള്ള പെൺകുട്ടി ഞാനാണ്. ഹു ഷൂസ് ആർ തിൻ. ആ പെൺകുട്ടിയുടെ രൂപമാണ്. ഹൂസ് ഷൂസ് ആർ തിൻ. ഷൂ എൻ്റെ അടിയിലെ ഭാഗം, സോള് നല്ല കട്ടിയുള്ളതായിരിക്കും. ധാരാളം നടക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നവരുടെ ഷൂവിൻ്റെ കട്ടി കുറഞ്ഞ് തിന്നായിരിക്കും. സാധാരണ രീതിയിൽ തിന്നായ ഷൂ എല്ലാവരും എന്ത് ചെയ്യും? ഉപേക്ഷിക്കും. പക്ഷെ നമ്മുടെ കവിക്ക് തിന്നായ ഷൂ ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. കാരണം അവർക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. ജോലി ചെയ്ത് തേഞ്ഞ ഷൂവുമായി നിൽക്കുന്ന ആ കറുത്ത പെൺകുട്ടിയാണ്. I am the girl with the rotted teeth. I am the girl with the rotted teeth. അതായത് കേടുവന്ന പല്ലുകളുള്ള, പുഴുപ്പല്ലുകളുമായിട്ട് നിൽക്കുന്ന പെൺകുട്ടിയാണ് ഞാൻ. കേടുവന്ന പല്ലുകളുമായിട്ട് നിൽക്കുന്ന പെൺകുട്ടിയാണ്. I am the girl with the wounded eye. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കണ്ണ് ഒരു അപകടത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കളിക്ക്. I am the girl with the wounded eye and the melted ear. കേൾവിക്കുറവുള്ള, കേടുവന്ന ചെവിയുള്ള, കേൾവിക്കുറവുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പം ഈ കവി നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞു, കവി ഉദ്ദേശിക്കുന്നത് കവിയത്രിയുടെ ജീവിതാനുഭവങ്ങളിലനുബന്ധിച്ച് എഴുതിയിട്ടുള്ള അനുഭവവുമായി ബന്ധപ്പെട്ടാണ് അവരുടെ കവിതകളൊക്കെ. ആ കവിതകളിലൊക്കെ ഉള്ള പ്രധാനപ്പെട്ട തീം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ മനസ്സിൽ പ്രതീക്ഷയുണ്ട്, എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കവിയുടെ തീമായിട്ട് വരുന്നത്. അപ്പം അത് ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ലിറ്റററി ഡിവൈസ്. ഒരു ഐഡിയ കൃത്യമായി അറിയാൻ വേണ്ടി 2 പ്രാവശ്യം 3 പ്രാവശ്യം ആവർത്തിച്ച് പറയുക. ഒരേ ചോദ്യം, ഒരേ കാര്യം ആവർത്തിച്ച് പറഞ്ഞാൽ അതിലുള്ള ആശയം പരിപൂർണമായിട്ട് മനസ്സിലാവും. ഐ ആം ദ ഗേൾ വിത്ത് എ ഡാർക്ക് സ്കിൻ. ഐ ആം ദ ഗേൾ വിത്ത് എ റോട്ടൺ ടീത്ത്. ഐ ആം ദ ഗേൾ വിത്ത് മെൽറ്റഡ് ഇയേഴ്സ് എന്നുള്ളതെല്ലാം ആദ്യം 2-3 പ്രാവശ്യം ചോദ്യങ്ങൾ പറയുന്നത് ഒരു പോയറ്റിക് ഡിവൈസാണ്. അതായത് കവിതയിലെ ഒരു സൂത്രമാണ്. ഇപ്പം ഉദാഹരണമായിട്ട്, നിങ്ങളെൻ്റെ കോഴിയെ പകുത്തോളി, പക്ഷെ കൂർമ്പൻ കൊക്കെനിക്കു തന്നോളി. പിന്നെ അത്, നിങ്ങളെൻ്റെ കോഴിയെ പകുത്തോളി, പക്ഷേ കുരുമണി കണ്ണെനിക്കു തന്നോളി. പിന്നെ, നിങ്ങൾ എൻ്റെ കോഴിയെ പകുത്തോളി, പക്ഷേ അതിൻ്റെ അങ്കവാലെനിക്കു അത്തരത്തിലുള്ള കവിതകളുണ്ടാവും. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ വാക്കുകൾ ആവർത്തിച്ച് പറയുമ്പോഴാണ് നമുക്ക് ആ പോയിന്റിന്റെ സ്ട്രെസ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ആ കവിയിൽ ഉപയോഗിച്ചിട്ടുള്ള ആ റിപ്പീറ്റേഷനാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പോയറ്റിക് ഡിവൈസാണ്. അപ്പൊ ഒന്ന് വായിച്ചാൽ നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും. റിമെമ്പർ മീ,
ഓർമ്മയുണ്ടോ? ഞാനാണ് ആ പെൺകുട്ടി. കറുത്ത തൊലിയുള്ള പെൺകുട്ടി ഞാനാണ്. കനം കുറഞ്ഞ സോളുള്ള ഷൂ ഇട്ട പെൺകുട്ടി ഞാനാണ്. പുഴുപ്പല്ലിയായ പെൺകുട്ടി ഞാനാണ്. ഒരു കണ്ണ് നഷ്ടപ്പെട്ട പെൺകുട്ടി ഞാനാണ്. ചെവി കേൾക്കാത്ത പെൺകുട്ടി ഞാനാണ്. Remember me, I am the girl with the dark skin, whose shoes are thin. I am the girl with the rotted teeth. I am the girl with the wounded eye and the melted ear. Next stanza. Next stanza repetition ഉണ്ട്. I am the girl holding their babies, cooking their meals, sweeping their yards, washing their clothes. Dark and rotting and wounded. ഞാനാണ് ആ പെൺകുട്ടി. ഹോൾഡിംഗ് ദെയർ ബേബീസ്, വെളുത്ത വർഗക്കാരുടെ കുട്ടികളെ പരിപാലിക്കുന്ന ആ പെൺകുട്ടി ഞാനാണ്. ആ ജോലി ചെയ്യുന്ന പെൺകുട്ടി ഞാനാണ്. അവർക്കുള്ള ആഹാരം പാകം ചെയ്യുന്ന പെൺകുട്ടി ഞാനാണ്. അവരുടെ മുറ്റം അടിച്ചു വാരുന്ന പെൺകുട്ടി ഞാനാണ്. അവരുടെ വസ്ത്രങ്ങൾ അലക്കുന്ന പെൺകുട്ടി ഞാനാണ്. ഞാൻ കറുത്തവളും ജീർണിച്ചവളുമാണ്. മുറിവേറ്റപ്പെട്ടവളാണ്. അതാണ് സെക്കൻഡ് സ്റ്റെൻസ്. അപ്പം ആദ്യം കവിയുടെ കവിയത്രിയുടെ ആ ഒരു ദയനീയമായ അവസ്ഥ പറഞ്ഞതിന് ശേഷം, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു പെണ്ണ് എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഞാൻ എല്ലാ തരത്തിലുള്ള അടിച്ചമർത്തലിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ് ഈ കവിതയുടെ തീം. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് വുമൺ എംപവർമെന്റ് ആണ് നമ്മളുടെ ഈ പോർഷന്റെ മൊത്തം യൂണിറ്റിന്റെ പേര്. ഐ ആം ദ ഗേൾ ഹോൾഡിംഗ് ദെയർ ബേബീസ്, അവരുടെ കുട്ടികളെ ഒക്കത്ത് വെച്ച് നടക്കുന്ന പെൺകുട്ടി ഞാനാണ്. ഐ ആം ദ ഗേൾ കുക്കിംഗ് ദെയർ മീൽസ്, അവരുടെ ഭക്ഷണം പാകം ചെയ്യുന്ന ആൾ ഞാനാണ്. ഐ ആം ദ ഗേൾ സ്വീപ്പിംഗ് ദെയർ യാർഡ്സ്, മുറ്റമടിച്ചു വരുന്നത് ഞാനാണ്. ഐ ആം ദ ഗേൾ വാഷിംഗ് ദെയർ ക്ലോത്ത്സ്, അവരുടെ വസ്ത്രങ്ങൾ അലക്കുന്ന ആൾ ഞാനാണ്. ഞാൻ കറുത്തവളും ജീർണിച്ചവളുമാണ്. മുറിവേറ്റപ്പെട്ടവളാണ്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം കവിയത്രിയുടെ ഒരു സ്വഭാവം മാറുകയാണ്. ഇതൊക്കെയാണ് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി ചെന്നതിന് ശേഷം, I would give to the human race only hope. I would give to the human race only hope. എനിക്ക് മനുഷ്യവംശത്തിന് നൽകാനുള്ളത് പ്രതീക്ഷകൾ മാത്രമാണ്. I would give to the human race only hope. എനിക്ക് നൽകാനുള്ളത്, മനുഷ്യവംശത്തിന് നൽകാനുള്ളത് പ്രതീക്ഷകൾ മാത്രമാണ്. അടിച്ചമർത്തപ്പെട്ടലുകളില്ലാത്ത, പാർശ്വവൽക്കരിക്കപ്പെടലുകളില്ലാത്ത, സാമൂഹ്യ നീതി നിലകൊള്ളുന്ന ഒരു സുന്ദര സമത്വ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത്. I would give to the human race only hope. Next stanza. I am the woman with the blessed dark skin. I am the woman with the teeth repaired. I am the woman with the healing eye. The ear that hears. ഇങ്ങനെ ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ ഡിവൈസസിനെ കുറിച്ചൊക്കെ നമ്മൾ ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ കവിതയുടെ ആ കവിതയുടെ ഉള്ളടക്കത്തെ പറ്റി മാത്രമാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇപ്പം the poet got confidence. The poet empowered herself. She was a woman wounded. She was a woman dark and rotting. She was a woman with rotted teeth. She was a woman with haunted eye. But now everything changed. And the woman with the blessed dark skin. കറുപ്പിന് 7 അഴകാണ്. അനുഗ്രഹീതമായ കറുപ്പ് നിറമുള്ള ഒരു പെൺകുട്ടിയാണ്. മാനസികമായിട്ട് അതിനുള്ള കഴിവ് നേടുകയാണ്. ഏത് എൻ്റെ കളറ് നല്ലതാണ്, ഞാൻ അതിന് എൻ്റെ കറുത്ത നിറത്തോട് എനിക്കൊരു അപമാനബോധവും തോന്നേണ്ടതില്ല. I am proud of it. My skin is dark. I am proud of it. It's blessed with dark color. My skin is blessed with dark color.
എൻ്റെ തൊലി കറുത്ത നിറമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അതെനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. And the woman with the teeth repaired. I had a rotten teeth. ഒരു പല്ലും കേടുവന്നും നിരത്തിയ പല്ലുകളായിരുന്നു. പക്ഷെ ഞാൻ ആ പല്ലുകളൊക്കെ നേരിയാക്കി. Now I am the woman with the teeth repaired. ഭംഗിയുള്ള പല്ലുകളുള്ള സ്ത്രീയായി മാറി. പല്ലുകളുടെ പാടുകളൊക്കെ മാറ്റി. And the woman with the healing eye. ഒരു കേടായ കണ്ണ് സുഖം പ്രാപിച്ചു വരുന്ന ഒരവസ്ഥയിലെത്തി. And the ear that hears. കേൾക്കാത്ത ചെവി കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അവര് ഈ സമൂഹത്തിൽ പിന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള നേട്ടങ്ങളൊക്കെ അവരെല്ലാ കാര്യങ്ങളും നേരെയായി വരുന്നതിലൊക്കെ അവർ സന്തോഷം കൊള്ളുക എന്ന് മാത്രമല്ല, അവർക്ക് അതൊക്കെ ചെയ്യാൻ കഴിയും. എൻ്റെ ഈ പഴയ സ്ഥിതിയിൽ നിന്നൊക്കെ ഞാൻ മാറിയിട്ടുണ്ട്. And the woman dark repaired, healed, listening to you. ഇപ്പോൾ ഞാൻ നിങ്ങളെ കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകളെ, നിങ്ങൾ വിചാരിച്ച പോലെ ഇവരുടെ കുട്ടികളെ നോക്കുകയും ഇവരുടെ മുറ്റമടിച്ചു വരികയും കറുത്ത നിറമുള്ള ജീർണിച്ച റോട്ടൻ കേടുവന്ന പല്ലുകളുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ഞാനിപ്പോൾ എൻ്റെ പല്ലുകൾ റിപ്പയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, എൻ്റെ ചെവി കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എൻ്റെ കേടുവന്ന കണ്ണ് നന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കറുത്ത തൊലിയുള്ള ഒരു പെൺകുട്ടിയാണെന്നുള്ള നിലയ്ക്ക് അഭിമാനം കൊള്ളുന്നു. നിങ്ങളെ ഞാൻ ശ്രദ്ധിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഞാൻ ശ്രദ്ധിക്കുന്നു. അതാണ് ആ കവിയത്രിയുടെ ആത്മവിശ്വാസവും. അതുപോലെ തന്നെ കവിയത്രിയുടെ ആ ഒരു ഓപ്പറേഷൻ അഗൈൻസ്റ്റ് വുമൺ, അതിനുള്ള ഒരു കവിക്ക് ഓപ്പറസ്ഡ് ആയിട്ടുള്ള എല്ലാ സ്ത്രീകളെ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചോളൂ. ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുകയാണ്. നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ നോക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. എൻ്റെ രൂപവും ഭാവവും എല്ലാം അപ്പം മാറിക്കഴിഞ്ഞു. എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന I would give to the human race only hope. നിങ്ങൾക്ക് പ്രതീക്ഷ മാത്രമേ എനിക്ക് തരാനുള്ളൂ. I would give to the human race only hope. പ്രതീക്ഷകൾ മാത്രം. സമത്വസുന്ദരമായ, വംശീയവെറിയില്ലാത്ത, സാമൂഹ്യ നീതി പുലരുന്ന ഒരു സാമൂഹ്യ ക്രമത്തെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാൻ. ഇപ്പൊ അടുത്ത കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അമേരിക്കയിൽ I can't breathe. 2014 നടന്ന I can't breathe എന്ന് പറഞ്ഞ ഒരു മൂവ്മെന്റ് ഉണ്ട്. ഫ്ലോയിഡ് എന്ന് പറഞ്ഞ ഇപ്പൊ അടുത്ത് വളരെ ഒരു 6 മാസത്തിന് മുന്നേ ആയിരിക്കും, ഫ്ലോയിഡ് എന്ന് പറഞ്ഞ ഒരു കറുത്ത വർഗ്ഗക്കാരനെ ഒരു അമേരിക്കൻ പോലീസുകാരൻ കഴുത്ത് ഞെരിച്ചു കൊന്നു. ആ വംശവെറിയുടെ ഉന്നതമായ തലമാണ്. ഇവിടെ 2 തരത്തിലുള്ള മാർജിനലൈസേഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്ന്, കറുത്ത വർഗ്ഗക്കാരന് വെളുത്ത വർഗ്ഗക്കാരനിൽ നിന്ന് നേരിടേണ്ടി വരുന്ന വംശീയവെറിയും വംശീയാധിക്ഷേപങ്ങളും. അതിലുപരിയായി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ എന്നുള്ള നിലയ്ക്ക് സ്വന്തം സമൂഹത്തിൽ നിന്ന് തന്നെ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും ഈ കവിയുടെ 2 രീതിയിലുള്ള മാർജിനലൈസേഷനാണ് ഈ നമ്മുടെ കവിക്കുണ്ടായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ആഫ്രോ അമേരിക്കൻ സ്ത്രീകൾക്കുള്ളത്. I am the woman offering 2 flowers whose roots are thin. ഞാൻ അടിച്ചമർത്തപ്പെട്ട അമേരിക്കയിലെ ആഫ്രിക്കൻ വംശജരായ സ്ത്രീകളെ, എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത് 2 പുഷ്പങ്ങളാണ്. I am the woman offering 2 flowers whose roots are thin. 2 വേരുകളുള്ള പുഷ്പമാണ് നിങ്ങൾക്ക് നൽകാൻ. ജസ്റ്റിസ് ആൻഡ് ഹോപ്പ് ആൻഡ് ജസ്റ്റിസ്. പ്രതീക്ഷയും നീതിയും പ്രതീക്ഷയും. This flowers has 2 roots. 2 റൂട്ട് ഉണ്ട്. ഒന്ന് നീതിയും പ്രതീക്ഷയും, പിന്നെ പ്രതീക്ഷയും നീതിയും. വരാൻ പോകുന്ന അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളെ, നിങ്ങൾക്ക് എനിക്ക് തരാനുള്ളത് ഒരു പുഷ്പമാണ്. ഈ പുഷ്പത്തിന്റെ വേരുകൾ 2ആണ്, പ്രതീക്ഷയും നീതിയും. അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതാണ് ഈ കവിത Let us begin എന്ന് പറഞ്ഞ് അവസാനിക്കുകയാണ്.
ഇനി കവിതയുടെ ഉപയോഗിച്ചിട്ടുള്ള റിട്ടോറിക് ഡിവൈസസും അതുപോലെ തന്നെ ഇതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ വിവരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഇതുപോലെ തന്നെ ആഫ്രോ അമേരിക്കൻ റൈറ്റേഴ്സ്, അമേരിക്കയിലെ കറുത്ത വർഗക്കാരായ എഴുത്തുകാരുടെ പുസ്തകങ്ങളും അവരുടെ കവിതകളും ഒക്കെ നെറ്റിൽ കിട്ടിയാൽ ഇഷ്ടംപോലെ കിട്ടും. അതൊക്കെ നമ്മൾ പഠിക്കണം. ഈ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസിനെ പറ്റി വില്യം ഷേക്സ്പിയറുടെ മർച്ചന്റ് ഓഫ് വെനീസ് എന്ന് പറഞ്ഞ നാടകത്തിൽ, കോമഡി നാടകത്തിൽ ഷൈലോക്ക് എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആന്റോണിയോയുടെ ശരീരത്തിൽ നിന്ന് ഒരു റാത്തൽ മാംസം പകരമായി ചോദിച്ച പിശുക്കനായ ജൂ ഷൈലോക്കിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഷൈലോക്ക് ആ സമയത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതിൽ പോർഷ്യ ഒരു അഭിഭാഷകയായി വക്കീലായി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെടുത്തോ, ഒരു റാത്തൽ മാംസം നിങ്ങൾ എവിടുന്ന് വേണമെങ്കിലും എടുത്തോ, പക്ഷെ ഒരു തുള്ളി രക്തം പോലും പുറത്തു പോകാൻ പാടില്ല. ഒരു തുള്ളി രക്തം പോലും പുറത്തു പോകാൻ പാടില്ല. നമ്മൾ തമ്മിൽ എഴുതിയിട്ടുള്ള കരാറിൽ അതില്ല. ഷൈലോക്ക് അന്റോണിയോയ്ക്ക് പണം കടം കൊടുക്കുകയും കൊടുത്ത പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കാതിരുന്നാൽ ഒരു റാത്തൽ മാംസം ശരീരത്തിൽ നിന്ന് കീറിയെടുക്കാം എന്നുള്ളതായിരുന്നു വ്യവസ്ഥ. പക്ഷെ ആ വ്യവസ്ഥയിൽ രക്തം പുറത്തു വരണം എന്നുള്ളത് വ്യവസ്ഥയിലില്ല. അപ്പൊ രക്തം പുറത്തു വരാതെ എടുത്തോ എന്ന് പറയുമ്പോൾ ഷൈലോക്ക് തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇഫ് യു prick us, do we not bleed? ഒരു സൂചി കൊണ്ട് മെല്ലെ പ്രിക്ക്. ഇഫ് യു prick us, do we not feel? Do we not bleed? ഒരു സൂചി കൊണ്ട് മെല്ലെ ഇങ്ങനെ പ്രിക്ക് ചെയ്താല് ചോര വരൂലേ? ചോര വരും എന്നുള്ള ഉത്തരം അവിടെ ആവശ്യമില്ല. കാരണം അത് ആ ഒരു കാര്യം പറയാൻ വേണ്ടി എല്ലാവർക്കും അറിയാം ചോര വരും. അപ്പോൾ ചോര വരൂല. അങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആ പോയിന്റ് ക്ലിയർ ചെയ്യണം ഇവിടെ. ഇഫ് യു prick us, do we not bleed? ഒരാൾ സൂചി കൊണ്ട് മെല്ലെ ഒന്ന് കോറിയാല് ചോര വരൂലേ? ഇഫ് യു tickle us, do we not laugh? ആരെയും കിക്കിളിയൊക്കെ ഞങ്ങൾ ചിരിക്കൂലേ? ചിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഡു യു tickle us? tickle us, do we not laugh? ചിരിക്കൂലേ? ഇഫ് യു poison us, do we not die? നിങ്ങൾ വിഷം തന്നാൽ ഞങ്ങൾ മരിക്കൂലേ? ആൻഡ് ഇഫ് യു wrong us, shall we not revenge? എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് പകരം പൊട്ടൂലേ? അതുകൊണ്ട് തന്നെ ഞാൻ മാംസം മുറിച്ചാൽ എങ്ങനെയാലും ചോര വരൂലേ എന്നാണ്. അപ്പോൾ അതാണ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്. ആ പ്ലേസിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അപ്പൊ I am the woman, I am the woman, I am the girl, I am the girl എന്ന് I am the girl, I am the woman എന്ന് repeatedly the poet is repeating many times in the poem. It is to make the idea clear. I am the girl who is oppressed by the white people. I am the girl who is oppressed by males. I am the girl with a dark skin, with a rotten teeth. അപ്പം ഞാൻ അടിച്ചമർത്തപ്പെട്ട ആഫ്രിക്കൻ അമേരിക്കൻസിൽ അടിച്ചമർത്തപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. വംശീയവെറിയാലും പുരുഷ മേധാവിത്വത്താലും അടിച്ചമർത്തപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഞാൻ എന്നാണ് അത് സ്ട്രെസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് 2 പ്രാവശ്യം. Now the poem is over. Next time we'll be dealing with the activities here. Okay, we shall stop.